പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇന്ന് തുടങ്ങിയാലോ? എല്ലാവർക്കും HS മാത്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ സർക്കിൾസ്, 10ാം ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ക്വാഡ്രിലാറ്ററലും സർക്കിൾസും തമ്മിലുള്ള ഒരു റിലേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ക്വാഡ്രിലാറ്ററൽസ് ആൻഡ് സർക്കിൾസ്. നമുക്കറിയാം, ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡഡ് പോളിഗൺ ആണ്. ഏതൊരു ക്വാഡ്രിലാറ്റർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ 4 ആംഗിളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏത് ക്വാഡ്രിലാറ്റർ 4 സൈഡ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, 4 ലൈൻസ് ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് ക്വാഡ്രിലാറ്ററൽസ്. ആ 4 സൈഡ്സും കൂടി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ 4 ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ sum of the 4 angles is always 360 degree. Sum of the angles of a quadrilateral 360 degree. It is common for all the quadrilaterals. This property satisfies all the quadrilaterals. So here, if you consider a quadrilateral with vertices on the circle, ഒരേ സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആകുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതാ ഒരു ക്വാഡ്രിലാറ്റർ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഒരു ക്വാഡ്രിലാറ്റർ സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്റർ. ഇങ്ങനെയാണ് ഒരു ക്വാഡ്രിലാറ്റർ. കൺസിഡർ ദി ക്വാഡ്രിലാറ്ററൽ വിത്ത് ഓൾ ദി വെർട്ടീസസ് ഓൺ ദി സെയിം സർക്കിൾ. ഇപ്പം ഞാൻ ABCD എന്ന് പേര് കൊടുത്തു. ക്വാഡ്രിലാറ്റർ, since it is a 4-sided polygon, it is a quadrilateral, so it is sum of angles 360 that we know. Sum of all the angles 360. അത് നമുക്കറിയാം. നമുക്കിതിൻ്റെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹിയർ ഞാൻ ഈ ആംഗിൾ ഞാൻ X എന്ന് എടുത്തു, ഈ ആംഗിൾ Y എന്നും എടുത്തു. ഇവിടെ ഞാൻ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തു. ഈ പോയിന്റ് ഞാൻ O എന്ന് പേര് കൊടുത്തു. ഞാൻ ഇങ്ങനെ എടുത്തു, ലെറ്റ് ആംഗിൾ A equal to X degree. Then how much will be central angle of arc BCD? BCD എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിലുള്ള ആംഗിളാണ് എക്സ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കാണിത്, അല്ലേ? കോംപ്ലിമെൻ്ററി ആർക്കാണിത്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര വരും? ഹൗ മച്ച് വിൽ ബി സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് BCD? Central angle of arc BCD is twice of angle in an arc, that is 2x. So if x ആയ ഇത് 2x. Then this angle is taken as y. ഈ ആംഗിൾ എവിടെ വരച്ചിരിക്കുന്നത്? It is an angle in the arc ABCD. So angle BCD is in this arc. Its complementary arc is this BAD. How much will be central angle of arc BAD? BCD, angle BCD y degree, how much will be the central angle of arc BAD? എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ചോയ്സ് ആണ് ഇത്, ഇതിൻ്റെ ചോയ്സ് ഇത്, ഇതിൻ്റെ ചോയ്സ് ഇത് 2y. സോ 2y. ഈ ആംഗിൾ y ആണ്, ഇത് 2y. ഈ ആംഗിൾ x ആണ്, ഇത് 2x. Then this, how much is 2x plus 2y? 2x plus 2y. 2x ഇത്രയാണ്, 2y ഇത്രയാണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ ആംഗിൾ അറൗണ്ട് എ പോയിന്റ്. സോ 360 ഡിഗ്രി. 2x plus 2y is 360 degree. So we can write 2 into x plus y equal to 360, because twice of x plus twice of y equal to 360 means twice of x plus y equal to 360. So x plus y equal to 2 into ഇതാണ്. അപ്പോൾ 360 by 2, that is 180 multiplied by 2 ഇങ്ങോട്ട് വരുമ്പോൾ divided by 2. അപ്പോൾ എന്ത് കിട്ടി? x plus y 180. അപ്പോൾ
എന്ന് പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. അപ്പോൾ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ എയും സിയും കൂടി ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി. സോ സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് 180. അതുപോലെ ഇത് 180 ആണെങ്കിലോ ഇതൊരു ക്വാഡ്രിലാറ്റർ ആണ്. എങ്ങനെയുള്ള ക്വാഡ്രിലാറ്റർ ആണ്? സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററിനെ പറഞ്ഞോളൂ. ഈ ക്വാഡ്രിലാറ്ററിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ 4 വെർട്ടീസും സർക്കിളിലാണ് വരുന്നത്. അതുകൊണ്ട് സം ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ സം 180 ആണ്. 4 ആംഗിളും കൂടി 360 അല്ലേ. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഓൾസോ 360 മൈനസ് 180 ബിക്കോസ് 4 ആംഗിളും കൂടി ചേർന്നാൽ 360 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ മാത്രം 180 ആയി. ബാക്കി പിന്നെ ഉള്ളതാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത്. Therefore ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഓൾസോ 180 ഡിഗ്രി. അപ്പൊ ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ വിത്ത് ഓൾ ദി വെർട്ടീസസ് ഓൺ എ സർക്കിൾ ഈസ് കോൾഡ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതിന് പറയുന്ന പേരാണ് സൈക്ലിക് quadrilateral. Quadrilateral with all the vertices on the same circle is called a cyclic quadrilateral. അപ്പോൾ സാധാരണ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള എല്ലാത്തിനെയും ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അതിന്റെ സം ഓഫ് ആംഗിൾസ് 360 ആണെന്നറിയാം. പക്ഷെ ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദി വെർട്ടീസസ് ഓൺ ദി സെയിം സർക്കിൾ ആണ്. 4 പോയിന്റ് വെർട്ടീസസ് ആയിട്ട് വരുന്ന ഏത് ക്വാഡ്രിലാറ്ററിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്താൽ 180, ഇത് രണ്ടും ആഡ് ചെയ്താൽ 180. പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണ്. ഇത്രയാണ്. ഒരു സർക്കിളിലെ 4 പോയിന്റ്സ് വെർട്ടീസസ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 103 77 കൂട്ടിയാൽ 180, 87 93 കൂട്ടിയാൽ 180. ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും സം 180 ആയിരിക്കും, 180 ആയിരിക്കും. ഈ വെർട്ടീസ് മാറ്റിയാലും 121 പ്ലസ് 79 180, 124 പ്ലസ് 56 180. അങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ആവുന്നത് കാണാൻ കഴിയുന്നതാണ്. ഈ വെർട്ടക്സ് മാറ്റിയാലും കണ്ടോ, 73 പ്ലസ് 74 പ്ലസ് 106 180. അതുപോലെ തന്നെ ഈ വെർട്ടക്സ് മാറ്റി കഴിഞ്ഞാൽ മറ്റ് 2 ആംഗിൾ മാറുന്നതായിട്ട് കാണാം. 100 പ്ലസ് 80 180, 108 പ്ലസ് 72 180, 125 plus 55 180. So opposite angle, sum of opposite angles is always 180 degree. For cyclic quadrilateral, sum of opposite angles is always 180 degree എന്ന് കാണാവുന്നതാണ്. ഒരു സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസസ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററിന് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയും. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സൈക്ലിക്, സൈക്ലിക് അല്ല എന്ന് പറഞ്ഞാലോ, ഒരേ സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരാത്ത രീതിയിലുള്ള ക്വാഡ്രിലാറ്റർ. ഏത് 3 പോയിന്റിലൂടെ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ അത് നോക്കിയേ, എ ബി സി എന്നീ 3 പോയിന്റിൽ ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. ആ സർക്കിളിന്റെ അകത്താണ് 4ാമത്തെ വെർട്ടെക്സ്. ദി ഫോർത്ത് വെർട്ടെക്സ് ഈസ് ഇൻസൈഡ് ദി സർക്കിൾ. ഈ കേസിൽ ദി ഫോർത്ത് വെർട്ടെക്സ് ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. അപ്പോൾ 4 വെർട്ടെക്സും സർക്കിളിലാണ് ഈ സൈക്ലിക്. അപ്പോൾ സൈക്ലിക് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് ഇൻസൈഡ് ദി സർക്കിൾ ആവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ. ഈ 2 പോസിബിലിറ്റി ഉള്ളൂ. ഇത് ഓൺ ദി സർക്കിൾ ഓർ ഇൻസൈഡ് സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇൻസൈഡ് ദി സർക്കിൾ ആകുമ്പോഴത്തെ കേസ് നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. ഇൻസൈഡ് ദി സർക്കിൾ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി സി ആസ് വെർട്ടീസസ്. Then fourth vertex is inside the circle, so we can produce this. ഇതിങ്ങനെ നീട്ടി വരയ്ക്കാം, സ്കെയിൽ വെച്ച് ഇങ്ങനെ നീട്ടി വരയ്ക്കാം. ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോഴോ it will intersect at a point on the circle. ആ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ we get another quadrilateral like this. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്റർ കിട്ടും. we get a quadrilateral ABCE. ABCD is not cyclic, but ABCE is cyclic.
Since ABC is cyclic, angle B plus angle E, ആംഗിൾ ബിയും ആംഗിൾ ഇയും കൂടി ചേർന്നാൽ 180 ആണ്. കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്, ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. അതുകൊണ്ട് ഈ ബി എന്ന ആംഗിളിൻ്റെ കൂടെ ഇ എന്ന ആംഗിൾ ആഡ് ചെയ്താൽ 180 കിട്ടും. ഇവിടെ നമ്മൾ വേറൊരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഈ ആംഗിൾ എപ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും. കാരണം സം ഔട്ടർ ആംഗിൾ അറ്റ് വൺ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇന്നർ ആംഗിൾ അറ്റ് ദി അതർ ടു വെർട്ടീസസ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ ഇത് കിട്ടും. കാരണം 180 ഈ ആംഗിൾ കുറയ്ക്കുന്നതാണ് ഈ ആംഗിൾ, കാരണം ലീനിയർ പെയർ. 180 ഈ ആംഗിൾ കുറച്ചാൽ സം ഓഫ് ദീസ് ടു ആംഗിൾ വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും എപ്പോഴും ഇത്. അപ്പോൾ അത് ഈ ആംഗിളിൻ്റെ കൂടെ ഈ ആംഗിളും കൂടി, അതായത് ആംഗിൾ ബിയും ആംഗിൾ ഇയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും ഇത്. അപ്പോൾ ഇത് രണ്ടും എല്ലാം പോസിറ്റീവ് ആംഗിൾസ്, ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്താൽ ഇതാണ് കിട്ടുന്നതെങ്കിൽ ഇതിനോട് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തപ്പോഴാണ് ഇത് വന്നത്. ക്ലിയർലി ആംഗിൾ ഡി ഈസ് മോർ ദാൻ ആംഗിൾ എ. അപ്പോൾ ഡി എന്ന ആംഗിള് ഇയേക്കാൾ വലുതാണ്. ആംഗിൾ ഡി ഈസ് മോർ ദാൻ ആംഗിൾ ഇ. ആംഗിൾ ഡി ഈസ് മോർ ദാൻ ആംഗിൾ ഇ. അപ്പോൾ ആംഗിൾ ഡി എന്ന് പറയുന്നത് ഇയേക്കാൾ കൂടുതലാണ് എങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്താലോ, ബിയുടെ കൂടെ ഇ ആഡ് ചെയ്യുമ്പോഴാണ് 180. അപ്പോൾ ബിയുടെ കൂടെ ഇയേക്കാൾ വലിയൊരു ആംഗിളായ ഡി ആഡ് ചെയ്താലോ ഇറ്റ് വിൽ ബി മോർ ദാൻ 180. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ ബിയുടെ കൂടെ ഇതിനേക്കാൾ വലിയൊരു സംഖ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180നേക്കാൾ കൂടുതൽ വരണം. അപ്പോൾ ഡി ഇൻസൈഡ് ദി സർക്കിൾ ആണെങ്കിൽ ബിയും ഡിയും കൂടി ആഡ് ചെയ്യുന്നത് എപ്പോഴും മോർ ദാൻ 180 ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് the fourth vertex is inside the circle, sum of that angle and its opposite angle is more than 180. ഇനി അടുത്ത കേസ് പരിശോധിക്കാം. ഇവിടെ ഡി ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഇൻസൈഡ് ഓൺ ദി സർക്കിൾ ആണ്. അപ്പോൾ ഈ ഇട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഇട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഈസ് 180 ബിക്കോസ് ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എ ബി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ ഈസ് 180. But here as in the previous case, here angle E is more than angle D. എന്താ കാരണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് വരിക. അപ്പോൾ ഇതിനേക്കാൾ ചെറുതായിരിക്കും ഇത്. അപ്പോൾ ആംഗിൾ ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ ആംഗിൾ ഇ ആണ്. ആംഗിൾ ഡി ആംഗിൾ ഇയേക്കാൾ ചെറുതാണ്. കാരണം ഇതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയ ഈ ആംഗിൾ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്കിത് രണ്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഡി ഈസ് ലെസ് ദാൻ ആംഗിൾ ഇ. അപ്പോൾ ആംഗിൾ ബിയുടെ കൂടെ ആംഗിൾ ഇ ആഡ് ചെയ്താൽ 180 കിട്ടും. ആംഗിൾ ബിയുടെ കൂടെ അതിനേക്കാൾ ചെറിയ ആംഗിളായ ഡി ആഡ് ചെയ്താലോ 180നേക്കാൾ അല്ലേ, ഇതിനേക്കാൾ ചെറുതാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്തപ്പോൾ 180. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനേക്കാൾ ചെറിയൊരു ആംഗിളായ ഡി ആഡ് ചെയ്താൽ 180നേക്കാൾ ചെറുത് വരണം. അപ്പോൾ ഈ രണ്ട് കേസിൽ, അതായത് ഓൺ ദി സർക്കിൾ ആകുമ്പോൾ 180 ആണെന്ന് നമുക്കറിയാം. ഓൺ ദി സർക്കിൾ അല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ സൈക്ലിക് അല്ല എങ്കിൽ ഒന്നുകിൽ അകത്ത് വരാം അല്ലെങ്കിൽ പുറത്ത് വരാം. അകത്താണെങ്കിൽ മോർ ദാൻ 180, പുറത്താണെങ്കിൽ ലെസ് ദാൻ 180. അകത്തും പുറത്തും അല്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും? സർക്കിളിലായിരിക്കും. അപ്പോൾ സർക്കിളിലാകുമ്പോൾ മാത്രമേ 180 ആവുകയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആണ് എങ്കിൽ അത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ആ 4 പോയിന്റും സർക്കിളിൽ വരും. ആ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആകുമ്പോൾ മാത്രമേ സൈക്ലിക് ആവുകയുള്ളൂ. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്റർ സൈക്ലിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ we need to prove the sum of the opposite angles 180 or not. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആകുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ,
സൈക്ലിക് ആവോളം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.